ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഓൾ അറ്റ് വൺസിലേക്ക്. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വയമ്പ് മീൻ അച്ചാറാണ്. വളരെ സ്വാദിഷ്ടമായ വയമ്പ് മീൻ അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വയമ്പ് മീനാണ്. ഇത് നെത്തോലി അല്ല കേട്ടോ, വയമ്പ് ആറ്റ് മീനാണ്. ഇതൊരു ടൈപ്പ് ഓഫ് ആറ്റ് മീനാണ്. അപ്പോൾ ഈ മീൻ അച്ചാറിടാം, ഫ്രൈ ചെയ്യാം, പീര ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം മീനൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/4 to 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണം. പിന്നെ ഇതിലേക്ക് വലിയ 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ അല്പം വെള്ളം ചേർത്ത് ഒന്ന് ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ കുരുമുളക് പൊടി. പിന്നെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് മീൻ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം നമ്മളിത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ മസാലകളെല്ലാം നന്നായിട്ട് മീനിലേക്ക് പിടിക്കത്തക്ക രീതിയിലൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞു ചെറിയൊരു കയ്പുണ്ട് ഈ മീൻ. നമ്മൾ മീൻ പീരയൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു കയ്പ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അച്ചാറൊന്നും ഇടുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും അത്രയ്ക്ക് കയ്പ് നമുക്ക് തോന്നാറില്ല. പക്ഷെ അച്ചാറിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റുള്ളൊരു മീനാണ്. ഇത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ മീൻ മാഗ്നേറ്റ് ചെയ്ത് ഒരു 1/4 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അച്ചാറിടാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണയിൽ തന്നെയാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ടൊക്കെ ഫ്രൈ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചധികം എണ്ണ ചേർത്തിട്ട് ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഞാനൊരു 1-2 ബാച്ചായിട്ട് ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നെത്തോലി മീനൊക്കെ അച്ചാറില്ലേ, അതേപോലെ അതേ സെയിം റെസിപ്പിയൊക്കെ തന്നെയാണ് നമ്മൾ വയമ്പ് മീൻ അച്ചാറിനും യൂസ് ചെയ്യുന്നത്. പിന്നെ നെത്തോലിക്ക് പകരം വയമ്പ് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ എപ്പോഴെങ്കിലും വയമ്പൊക്കെ കിട്ടുമ്പോൾ ഒന്ന് അച്ചാറിട്ട് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മീനൊക്കെ കിട്ടാത്ത ഒരു അവസ്ഥയല്ലേ, അപ്പോൾ നമുക്ക് ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 3-4 കറിവേപ്പിലയുടെ ഇതളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കിടന്നിട്ട് മീൻ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ എണ്ണയിൽ കിടന്ന് നമ്മുടെ മീൻ മൊരിയട്ടെ, നമുക്കതുവരെ കാത്തിരിക്കാം. ദേ ഇപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇതേപോലെ ബാക്കിയിരിക്കുന്ന മീനും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഫ്രൈ ചെയ്യുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ മീനെല്ലാം ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒരു കിച്ചൺ ടവലിലോ അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിലേക്കോ കോരി മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഈ റെസിപ്പി വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പക്ഷേ അച്ചാറിന് കുറച്ചും കൂടിയിട്ട് നല്ലത് നല്ലെണ്ണയാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. നമുക്ക് ബാക്കി മീനും ഇതേപോലെ ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ മീനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ മീനെല്ലാം മാഗ്നേറ്റ് വെച്ചത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലിപ്പോൾ മസാലയൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 1/2 കപ്പോളം എണ്ണ ഉണ്ടാവും. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരണം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 to 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതൊരു 1/4 കപ്പ് വെളുത്തുള്ളി പൊളിച്ച് ഞാൻ നടുവേ ഒന്ന് മുറിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാനൊരു 1/4 കപ്പോളം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മീനച്ചാറിന് അത്യാവശ്യം നല്ല പോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് ഈ എണ്ണയിലേക്ക്, കടുക് പൊട്ടി വരുന്ന എണ്ണയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം എണ്ണയിൽ കിടന്ന്. അതിനുശേഷം മാത്രമേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ.
അപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, കരിഞ്ഞു പോകാൻ പാടില്ല ഓവറായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും. പിന്നെ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം. പിന്നെ നമുക്കിനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്, പച്ചമുളക്. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം എരി നന്നായിട്ട് വേണം എന്നുള്ളവർ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും നന്നായിട്ട് വഴണ്ടില്ല എന്നുണ്ടെങ്കിൽ അച്ചാറൊക്കെ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അച്ചാറിൻ്റെ ചേർക്കുന്നതൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞു വരണം. അതിനുശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് എരിയുള്ള മുളക് പൊടിയല്ല. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മുളക് പൊടി എത്ര ചേർക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുരുമുളകൊക്കെ ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വറുത്തെടുത്തിരിക്കുന്ന മീനാണ്, അപ്പോൾ അത്യാവശ്യം എരി ഉണ്ടാവും. അത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിട്ട വഴിക്ക് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടത്തുനിന്നൊന്ന് മാറ്റി വയ്ക്കാം മുളക് പൊടി ഇടുമ്പോൾ. കാരണം ചൂടുള്ള എണ്ണയിലേക്കാണല്ലോ ഇടുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടി മൂത്ത് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തീ കുറച്ച് വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനില്ലേ, വയമ്പ് മീൻ, ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടാവും, ചട്ടിയിലും എണ്ണയ്ക്കും ഒക്കെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല വയമ്പച്ചാറ് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് വിനിഗറാണ്. ഞാനിപ്പോൾ ഇവിടേക്ക് 2 ടേബിൾ സ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളി കാണും 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുമ്പോൾ. പിന്നെ കൂടുതൽ പുളി വേണ്ടവർ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വിനിഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒന്നും ഒരുപാടായി പോകാൻ പാടില്ല, അപ്പോൾ മീനച്ചാറിന് കായപ്പൊടിയുടെ ടേസ്റ്റ് എടുത്ത് നിൽക്കും. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും ഈ ഒരളവിന്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കായപ്പൊടിയും അതേപോലെ വിനിഗറും മീനും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ ഇതൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിമിലിരുന്ന് നമ്മുടെ അച്ചാർ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ചൂടത്തുനിന്നൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഉലുവപ്പൊടിയാണ്. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ എളുപ്പമാണ് നമ്മുടെ വയമ്പച്ചാറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വയമ്പച്ചാറ് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് മീനൊന്നും ഇല്ലാത്ത ഈ സമയത്ത് നമുക്ക് ചോറ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു അച്ചാറാണ് നമ്മുടെ വയമ്പച്ചാർ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. ഈ മീൻ കിട്ടുന്ന സമയത്തൊന്ന് റെഡിയാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.